നാടകീയ നീക്കങ്ങൾ നടക്കുന്നു. ആശമാരുടെ സമരത്തിന്റെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതുകൊണ്ട് വി ഡി സതീശൻ ചടങ്ങിൽ നിന്ന് പിന്മാറി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നമ്മൾ പ്രതീക്ഷിച്ചതാണ് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ? നാടകീയ നിമിഷങ്ങളാണോ? എന്താണ് അവിടെ സംഭവിച്ചത്? വി ഡി സതീശൻ ആ വേദിയിലേക്ക് അവിടെ ഇറങ്ങി വന്നിരുന്നോ? സജിത്ത്, നാടകീയമായ നീക്കങ്ങളാണ്, നാടകീയമായ സംഭവങ്ങളാണ് ഈ ആശാ വർക്കർമാർ. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്ന് ഒരടിസ്ഥാനവും ഇല്ലാത്ത കുത്തിത്തിരിപ്പിന് മാത്രമായി ഓഡിയോ കുത്തിത്തിരിപ്പാണ്. നിങ്ങൾ ആദ്യം ചോദിച്ച വിഷയം പ്രതിപക്ഷ നേതാവായിരുന്നു ആശാ സമരം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത്. അദ്ദേഹം അപ്പൊ അദ്ദേഹം എത്താത്തതിന്റെ കാരണം വൃത്തിയായിട്ട് അറിയാം. KPCC യോഗം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. രാവിലെ എന്റെ ചങ്ങാതി എന്റെ ചങ്ങാതി നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല. ആശാവർക്കർമാരുടെ സമരത്തെ അതായത് ആശാവർക്കർമാരുടെ സമരത്തിന് വൈകാരികതയുള്ള ഒരു വിഷയമാണ്. നിയമസഭാ സാമാജിക നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിക്കണം, ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് 232 രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ വേതനമായിട്ടില്ല. ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് 1000 രൂപ പോലും കൂട്ടാൻ കഴിയില്ല, കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ്, കേന്ദ്രമാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോ 1000 രൂപ കൂട്ടിയതുകൊണ്ട് എല്ലാം ആയി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം അന്നേരം കണക്കൂട്ടുമ്പോൾ ഏതാണ്ട് 260 രൂപയോ മറ്റോ ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് വരുന്നത്. അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? അപ്പോഴും 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം. അപ്പോ ഇപ്പൊ 1000 രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്നത് എങ്ങനെയാ? അപ്പൊ അവർക്ക് റോൾ ഉണ്ടെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ റോൾ ഉണ്ടായിരുന്ന ആളുകൾ ഈ 260ഓളം ദിവസങ്ങൾ ഈ അമ്മമാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്തിനാണ് എന്ന് വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ പറയേണ്ടതായിട്ടുണ്ട്. അമ്മമാരുടെ സമരം തോറ്റ ചരിത്രമില്ല. അമ്മമാരുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിനകത്തൊരു തർക്കവും വേണ്ട. ഈ അടുത്തൊരു സർക്കാർ വരുമ്പോൾ, UDFന്റെ സർക്കാർ വരുമ്പോൾ ആദ്യം പരിഗണിക്കുക ഈ അമ്മമാരെ ആയിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അമ്മമാർ കേൾക്കുന്നുണ്ട്, കേരളം കേൾക്കുന്നുണ്ട്, കേരളം മാർച്ചുണ്ട്. ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആളുകൾ ഞാൻ വി ഡി സതീശൻ ആ വേദിയിലേക്ക് വന്നില്ല അല്ലേ? രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ട് എന്ന് കരുതി അദ്ദേഹം വന്നില്ല, അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇക്കാര്യത്തിൽ വി ഡി സതീശൻ സ്ഥിരീകരണം നൽകുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത്? മനസ്സിലാക്കാൻ ഒരു നാടകീയമായ സംഭവമാണ് ഇത് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ രാഹുൽ പെട്ടെന്ന് വേദി വിട്ടതുകൊണ്ട് ഇനി പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് അറിയില്ല. കാരണം 12:15 ട്രെയിൻ അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഇനി അദ്ദേഹം ഇവിടേക്ക് എത്താനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നാടകീയമായ ഒരു സംഭവം. 266 ദിവസം നീണ്ട ആശാ വർക്കർമാരുടെ സമരസംഗമത്തിന്റെ വേദിയിലാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിന് ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന പ്രതിപക്ഷ നേതാവ് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തി രാഹുൽ മാങ്കൂട്ടത്തിലുമായി വേദി പങ്കിടുമ്പോൾ അത് പ്രതിപക്ഷത്തിനെതിരെ CPM ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ളൊരു സാഹചര്യമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അദ്ദേഹം ഇവിടേക്ക് എത്താനുള്ള സാധ്യതയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല അദ്ദേഹം ചിലപ്പോൾ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ 2-3 സമര പരിപാടികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഏതാണ്ട് ഏറെക്കുറെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരവേദിക്ക് സമീപത്തായിട്ടുണ്ട്. അങ്ങനെ
എങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾ ഇനി ഇവിടേക്ക് എത്തുമെന്ന് അറിയത്തില്ല. അതേസമയം KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഇപ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ആശാവർക്കർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. എന്തായാലും നാടകീയമായ സംഭവങ്ങൾക്കാണ് ഈ ആശാവർക്കർമാരുടെ സമരവേദി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യേണ്ട പരിപാടിയിൽ നിന്നാണ് അദ്ദേഹം നാടകീയമായി പിന്മാറിയിരിക്കുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സാഹചര്യമാണ് നിലവിൽ. യെസ്, എന്തായാലും ഇന്ന് അല്പസമയം മുമ്പ് രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിക്കുകയാണ്. താൻ ഇരുന്നത് കൊണ്ടല്ല, മറിച്ച് KPCC ചടങ്ങ് നീണ്ടുപോയത് കൊണ്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ആ വേദിയിൽ നിന്ന് മാറുകയാണ്. ഒപ്പം രാഹുൽ താൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് അദ്ദേഹം നൽകുന്ന ന്യായീകരണം എങ്ങനെയായിരുന്നു? നിയമസഭാംഗമായതിനു ശേഷം തന്റെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഈ വിഷയത്തിലായിരുന്നു, അതുകൊണ്ടുകൂടിയാണ് താൻ പങ്കെടുക്കുന്നത് എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന വാദം. ഈ വാദം പക്ഷേ എത്ര കണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകൾ? എങ്ങനെയാണ് അവിടെ പുതിയതായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ആ വേദിയിലേക്ക് എത്തുന്നുണ്ടോ? ഇനി പ്രതിപക്ഷ നേതാവ് എത്തിയില്ലെങ്കിൽ ഈ പരിപാടി എങ്ങനെ നടക്കും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം നിലനിൽക്കില്ല. കാരണം ഈ KPCCയുടെ ഭാരവാഹി യോഗം ആരംഭിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി ഇന്ദിരാഭവനിലെ പ്രധാനപ്പെട്ട ഹാളിലേക്ക് കയറാൻ പ്രവേശനം നൽകിയിരുന്നു. അപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നാലെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് രാഹുൽ വേദി വിട്ടു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ ആശാവർക്കർമാരുടെ സമരവേദിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. നാടകീയമായ സംഭവങ്ങൾക്കാണ് ആശാവർക്കർമാരുടെ സമരവേദി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതിനെ തുടർന്ന് പരിപാടിക്ക് എത്താൻ വൈകിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാഹുൽ വേദി വിട്ടതിന് പിന്നാലെ ഈ ആശാവർക്കർമാരുടെ സമരപന്തലിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അദ്ദേഹം 12:15 ഇവിടെ നിന്ന് പോകേണ്ടതുള്ളതിനാലാണ് ഒരുപക്ഷെ നേരിട്ട് വേദിയിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എത്തുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്പസമയത്തിനകം സംസാരിക്കും. കേരളത്തിലെ സമര ചരിത്രത്തിൽ ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് എന്റെ സഹോദരിമാർ ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് പോകുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ 33 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ടാണ് പോകുന്നതെന്നാണ്. പക്ഷെ ഈ സമരത്തിന്റെ രൂക്ഷതയും അതിന്റെ ഗൗരവവും അതിന്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ. 4ാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു സമരമാണ് ഇവിടെ. ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഇവിടെ നടന്ന സമരത്തേക്കാൾ രൂക്ഷമായിരിക്കും ഇനി ജില്ലാതലങ്ങളിലും പഞ്ചായത്തുകളിലും. ആശാവർക്കർമാരുടെ സമരത്തിന്റെ സമാപനമാണ് നടക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. എന്തായാലും നാടകീയ നിമിഷങ്ങൾക്കൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരുന്നു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടം വേദിയിൽ നിന്ന് മാറുന്നു. അദ്ദേഹം അവിടെ എത്തുന്നു. ഒരു വലിയ സമര ചരിത്രം എഴുതിയാണ് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ്